എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇത് എത്തി നിൽക്കുന്നത് എറണാകുളത്തുള്ള കൈലാക് മിഷറിയിലാണ്. ഒരുപാട് തവണ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ കർഷകർ ഏറെ വിശ്വാസം അർപ്പിച്ച ഒരു ഷോപ്പാണിത്. ഇവിടെ ഫാമിംഗ് സംബന്ധമായിട്ടുള്ള ഒരുപാട് മെഷീനുകൾ ഇവിടെ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും. അപ്പൊ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ചാണകം വളരെ എളുപ്പം പൊടിയാക്കി മാറ്റി ആവശ്യക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു മെഷീനാണ്. അപ്പം ഫാമിംഗ് നടത്തുന്ന എല്ലാവർക്കും വളരെ ഗുണപ്രദമാവുന്ന ഒരു മെഷീൻ തന്നെയാണിത്. അപ്പോൾ വീഡിയോ പരമാവധി ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ പേര് ബിബിൻ എന്നാണ്. എൻ്റെ സ്ഥലം വൈക്കാണ്. ഞാൻ ഡീവാർട്ടിംഗ് മെഷീൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 2.5 വർഷത്തോളമായി. എനിക്ക് ഇതുകൊണ്ട് മെച്ചപ്പെട്ട രീതിയിലാണ് പോണത്. നമുക്ക് നേരത്തെ ചാണകമൊക്കെ ഇട്ടുകൊണ്ട് നമ്മൾ ഇവിടെ ഇട്ട് തുച്ഛമായ വിലക്കാണ് നമ്മുടെ കയ്യിൽ നിന്ന് ആൾക്കാർ വന്ന് മേടിച്ചുകൊണ്ട് പോയി എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മളിത് ഉണക്കിയാണ് നല്ല രീതിയിൽ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ചാക്കിന് എത്ര രൂപയെന്ന് വെച്ചാൽ നമ്മൾ 350-300 രൂപയ്ക്കൊക്കെ നമ്മൾ കൊടുക്കുന്നത്. ഇത് ആർക്കാണേലും എങ്ങനെ വേണേലും വന്ന് എടുത്തോണ്ട് പോകാൻ പറ്റും. മറ്റേത് കൂട്ടിയിടുമ്പോൾ സ്മെല്ലും മറ്റു കാര്യങ്ങളൊക്കെ ഒരു സ്മെല്ലും ഒന്നുമില്ല. ഇത് നല്ല രീതിയിൽ ഉണങ്ങി പൊടിഞ്ഞാണ് ഇത് ഇരിക്കണത്. ഇത് നല്ലപോലെ പൊടിഞ്ഞാണ്. അടിച്ചിട്ടേ ഉള്ളൂ. ഇത് ഒരു ദിവസം കടന്നു കഴിഞ്ഞാൽ നല്ലപോലെ ഉണങ്ങി ഇത് നല്ല ഇതായിട്ട് കിട്ടണം. പച്ചച്ചാണകം ഉണങ്ങിയാണ് നമുക്ക് നേരെ ഇങ്ങോട്ട് വരുന്നത്. ഇതിന്റെ ഗുണങ്ങളൊന്നും പോയി ഒന്നും ചെയ്യണില്ല. ഈ വെള്ളം അടിച്ച് ടാങ്കിലോട്ടൊക്കെ പോകും അല്ലേ? ഇത് വെള്ളം കുളിപ്പിക്കുന്ന വെള്ളം ചാണകം എല്ലാം കൂടെ നമ്മൾ ആ ഇതിനകത്ത് വിടുകയാണ് ചെയ്യണത്. അതിന് ടാങ്കിൽ നിന്നാണ് ഇത് വെള്ളവും ചാണകം എല്ലാം കൂടെ ആ മിക്സ് ആയ സാധനം ഇവിടെ വന്നിട്ട് ചാണകം നമ്മൾ ഇനി എടുത്തിട്ട് വെള്ളം വേറെ പോകും സെപ്പറേറ്റ് ആയി പോകും. ടാങ്കിൽ നിന്ന് തന്നെ നേരിട്ട് ടാങ്കിൽ നിന്ന് തന്നെ നമ്മൾ നേരിട്ട് അടിക്കണം. നമുക്ക് ആ വെള്ളം വേണമെങ്കിൽ നമുക്ക് പുൽകൃഷി വാഴക്ക് ഇതിനൊക്കെ നമുക്ക് ഉപയോഗകരമാണ്. നമുക്കതുകൊണ്ട് നല്ല ഇതാണ്. പുല്ലൊക്കെ നല്ല രീതിയിൽ വളർന്ന് നല്ല ആ വെള്ളം തന്നെ ഉപയോഗിക്കാം അല്ലേ? ആ വെള്ളം തന്നെ നമുക്ക് എന്തുകൊണ്ട് നല്ലൊരു മെഷീനല്ലേ ഇത്? നല്ലൊരു മെഷീനാണ്. നമുക്ക് നല്ലൊരു ഗുണമാണ്. പിന്നെ ഈ മഴക്കാലത്താണെങ്കിൽ ആരെയും അയൽവക്കംകാരെ ഒന്നും നമുക്ക് ഒരു ഇതും നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതുകൊണ്ട് നല്ല രീതിയിലാണ് പോകുന്നത്. ഇപ്പൊ എത്ര വശമുണ്ട് ഇവിടെ? ഇപ്പൊ നമുക്ക് 20 വശമുണ്ട്. ഈ മെഷീൻ വന്നത് നല്ല ഗുണപ്രദമായി. ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നം ആരോടും നമുക്കൊന്നും പറയേണ്ട ആവശ്യമില്ല. നമുക്ക് അയൽവക്കംകാരോടൊക്കെ ആണെങ്കിൽ നേരത്തെ നമുക്ക് ചെറിയ ചെറിയ ഇതൊക്കെ ഉണ്ടായി, സ്മെല്ല്, വെള്ളം പോവ്. ഇതിപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഒരു പേടിയൊന്നും വേണ്ട. നമുക്കിപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഇത് വെള്ളം നമുക്ക് ആവശ്യത്തിന് നമുക്ക് എടുത്തിട്ട് നമുക്ക് ബാക്കി വെള്ളമൊക്കെ നമുക്ക് ചെടിക്കൊക്കെ ആണെങ്കിൽ പച്ചക്കറിയൊക്കെ നട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനൊക്കെ നല്ല ഗുണമാണ് ഇതിന്റെ വെള്ളം. അപ്പോൾ നമുക്ക് ഇത് ചാണകമായിട്ട് തന്നെ ഡംപ് ചെയ്തിട്ടേക്കുമ്പോൾ അത് വാരിക്കൊണ്ട് പോകാനും ആവശ്യക്കാരുടെ ആവശ്യക്കാരില്ലെന്ന് വെച്ചാൽ തുച്ഛമായ ഒരു വണ്ടിക്ക് ചിലപ്പം 1000 രൂപയൊക്കെ നമുക്ക് തരുള്ളൂ. ഇതിപ്പം നമുക്കെന്ന് വെച്ചാൽ ഒരു ചാക്ക് 300 രൂപ വെച്ച് നമുക്ക് പോകും. അപ്പോൾ ദിവസേന നമുക്ക് ഇപ്പോൾ ഇത് അടിച്ചിട്ടിരിക്കുന്ന ചാണകം നാളെ ഇനി കയറി പോകേണ്ടതാണ്. ചാണകത്തിൽ നിന്ന് 2 ദിവസം കൊണ്ട് വരുമാനം ലഭിക്കുന്ന ഒരു മിഷനാണിത്. ഇത് നമുക്ക് എല്ലാ ഡയറി ഫാമുകളിലേക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മിഷനാണ്. നമുക്ക് ചാണകം അതായത് ഏത് സമയത്തും മഴക്കാലത്തായാലും ചൂടുള്ള സമയത്ത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചാണകം ഡിവാട്ടർ ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു മിഷനിൽ. കൗഡൻ ഡിവാട്ടറിംഗ് മിഷൻ എന്നാണ് ഈ മിഷന്റെ പേര് വരുന്നത്. ഇത് നമുക്ക് ചാണകം ഇപ്പൊ സ്ലറി ആയിട്ടുള്ള ചാണകം നമുക്ക് ഡിവാട്ടർ ചെയ്ത് പൊടിയായി നമുക്ക് ഇതുവഴി പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. അത് നമുക്കൊരു 30% ഒരു മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടാവും. അത് നമുക്ക് വെറുതെ കൂട്ടിയിട്ടാൽ മതി, അത് വലിഞ്ഞ് പൊക്കോളും. അത് നമ്മുടെ ചാണകം, ഈ നനഞ്ഞ ചാണകം നേരെ ഇതിലേക്ക് ഡംപ് ചെയ്താൽ മതി അല്ലേ? നേരെ ഡംപ് ചെയ്താൽ പൊടിയായിട്ട് ഇനി വരുവാണ്. അതാണ് ഇതിന്റെ ഒരു ഗുണം അല്ലേ? അതെ, ഇതിലേക്ക് ഡംപ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് സ്ലറി പമ്പ് വെച്ചിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിനുള്ള ഒരു യൂണിറ്റ് ആണ് ഇത്. നമുക്ക് ഹോസ് പിടിപ്പിച്ച് വഴി നമുക്ക് ഹോസ് കണക്ട് ചെയ്തിട്ട് വെള്ളമായിട്ട് തന്നെ ഡംപ് ചെയ്യും. അതെ, വെള്ളമായിട്ട് തന്നെ. ഇപ്പം സ്ലറി ആയിട്ട് തന്നെ കുഴമ്പ് രൂപത്തിലുള്ള ചാണകം നമുക്ക് ഇതിലേക്ക് കൊടുത്ത് നമ്മൾ ഡിവാട്ടർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ചാണകം നേരിട്ടിടുകയും ചെയ്യാം അല്ലേ? നേരിട്ട് പൊടിയായിട്ട് ഇതുവഴി വരും. അതെ, പൊടിയായിട്ട് ഇതുവഴി പുറത്തേക്ക് വരിക. അപ്പൊ കർഷകർക്ക് ഒരു അധിക വരുമാനമാണ് അല്ലേ? അധിക വരുമാനം. പൊടിയാക്കി കൊണ്ടുപോയാൽ വാങ്ങാൻ വരുന്നവർക്ക് എളുപ്പം കൊണ്ടുപോകാനായിട്ട് പറ്റും. നമുക്കിപ്പം അല്ലാതെ വെയിലത്തിട്ട് ഉണങ്ങുന്ന ചാണകത്തിന്റെ ഗുണം കുറവാണ്. നമുക്ക് ഇതുവഴി ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ചാണകം നമുക്ക് പൊടിച്ച് കൊടുക്കാനും പറ്റും. നമുക്ക് ഒരുപാട് സമയമൊന്നും എടുക്കില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ വരുമാനം കണ്ടെത്താനായിട്ട് പറ്റുന്ന ഒരുപാട് മെഷീൻ ഇവിടെ പോകുന്നുണ്ട്. ഒരുപാട് മെഷീനുകൾ പോകുന്നു. അപ്പൊ ഈ മോട്ടറിന്റെ കപ്പാസിറ്റി ഒക്കെ എങ്ങനെ? ഇത് മോട്ടർ ക്രോംപ്ടന്റെ മോട്ടറാണ്. 3 HP മോട്ടറാണ്. ഇത് തന്നെ നമുക്ക് 5 HP മോട്ടറും വരുന്നുണ്ട്. 3 HP 5 HP ആണ് ഈ ഒരു മെഷീൻ വരുന്നത്. ഇത് ക്രോംപ്ടൺ ആണ് മോട്ടർ വരുന്നത്. ഈ ഒരു മെഷീൻ നമുക്ക് സിംഗിൾ ഫേസിലും 3 ഫേസിലും അവൈലബിൾ ആണ്. അപ്പോൾ സിംഗിൾ ഫേസ് ഉള്ളവർ നമുക്ക് വോൾട്ടേജ് 220 വോൾട്ടേജ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു മെഷീൻ വർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. വോൾട്ടേജ് കുറവുള്ള സ്ഥലങ്ങളിൽ ഈ മെഷീൻ ഉപയോഗിക്കാനായിട്ട് പാടാണ് സിംഗിൾ ഫേസിൽ. അല്ലെങ്കിൽ 3 ഫേസ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതാണ്. പിന്നെ ഇത് നമുക്ക് വാറണ്ടി വരുന്നത് 1 വർഷമാണ് വാറണ്ടി വരുന്നത്. അതിന്റെ മോട്ടറിനും ഫിൽറ്ററിനുമാണ് വാറണ്ടി വരുന്നത്. നമുക്ക് മാനുഫാക്ചറിംഗ് ഡിഫക്റ്റിലുള്ള പ്രശ്നങ്ങൾക്ക് വാറണ്ടിയിൽ കിട്ടുന്നതാണ്. ക്രോംപ്ടന്റെ മോട്ടറാണ്. അപ്പോൾ
നമുക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിന്റെ ഫിൽട്ടർ, ഇത് SS ആണ് ഇതിന്റെ ഫിൽട്ടർ വരുന്നത്. അപ്പോൾ ഒരിക്കലും ഡാമേജുകൾ കുറവാണ്. നമുക്ക് ചാണകം ക്ലിയർ ആയിട്ടുള്ള ചാണകം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിട്ട് പൊടിഞ്ഞ് പുറത്തേക്ക് വരുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ സർവീസും മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇതിൽ നമുക്ക് സർവീസ് മെയിൻ്റനൻസ് കുറവാണ് ഈ ഒരു മിഷനിൽ. നമുക്ക് അധികം മെയിൻ്റനൻസ് വരുന്നില്ല. നമുക്ക് പിന്നെ ചാണകം നമ്മൾ ഇടുമ്പോൾ ടാങ്കിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ കല്ലോ മണ്ണോ അല്ലെങ്കിൽ വേസ്റ്റുകളോ ഒന്നും വരാതെ നമ്മൾ നോക്കണം. ഇപ്പോൾ പുല്ലിൻ്റെ വേസ്റ്റ് ഒക്കെ ആണെങ്കിൽ തന്നെ സ്ലറി പമ്പിൽ സ്റ്റക്ക് ആവും. പിന്നെ കല്ലോ അങ്ങനെ ഇപ്പോൾ ടാങ്ക് ക്ലിയർ ആണെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. കല്ല് മണ്ണൊക്കെ വന്നു കഴിഞ്ഞാൽ ഫിൽറ്ററിന് തേയ്മാനം ഉണ്ടാവും. അങ്ങനെയാണ്. ഇത് നമുക്ക് 3 HP-ലും 5 HP-ലും അവൈലബിൾ ആണ്. എല്ലാ സ്ഥലത്തേക്കും എത്തിച്ചു കൊടുക്കാൻ പറ്റും അല്ലേ? അതെ, എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തിച്ചു കൊടുക്കാനായിട്ട് വരും. ഇപ്പോൾ ഡയറക്റ്റ് ഇവിടെ വന്നെടുക്കാം, അല്ലെങ്കിൽ നമ്മൾ പാർസൽ ത്രൂ അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കേരളം മുഴുവൻ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ ഒരു മിഷൻ, അതായത് 3 HP വരുന്ന മോട്ടോർ വരുന്ന ഈ ഒരു മിഷന്റെ പ്രൊഡക്ഷൻ വരുന്നത് 500 കിലോയാണ് ഒരു മണിക്കൂറിൽ കിട്ടുന്നത്. അതുപോലെ തന്നെ 5 HP മിഷൻ വരുന്നത് 1000 കിലോയാണ് പ്രൊഡക്ഷൻ കിട്ടുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു മിഷന്റെ പ്രൈസ് വരുന്നത് 1,99,500 ആണ് 3 HP-ക്ക് വരുന്നത്. 5 HP-ക്ക് ആകുമ്പോൾ 2,80,000 രൂപയാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്കിത് ഈ ഒരു മിഷൻ, ഇത് ചാണകം വിറകാക്കി മാറ്റാനുള്ള ഒരു മിഷനാണ്. അപ്പോൾ ചാണകം ഇതിന്റെ ഉള്ളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഈ വിറവ് രൂപത്തിൽ നമുക്ക് ഈ ഷേപ്പിലും സ്ക്വയർ രൂപത്തിലൊക്കെ ആക്കി എടുക്കാം. അതെ അതെ, 2 ഷേപ്പിൽ 3 ഷേപ്പ് ഉണ്ട് മൊത്തം. ചെറിയ ചുള്ളിക്കമ്പിനൊക്കെ. ഈ മിഷൻ എന്ത് വിലയാണ് വരുന്നത്? ഇതിന് 85,000 രൂപയാണ്. 85 രൂപ അല്ലേ? അതെ. പിന്നെ നമുക്ക് മിൽക്കിംഗ് മെഷീനുകളുണ്ട്. നമുക്ക് ഡയറി ഫാമിലേക്ക് ആവശ്യമുള്ള കറവയന്ത്രങ്ങൾ, ചെറിയ രീതിയിൽ ചെറിയ ഫാം, ഒരു 1 മുതൽ 10 പശു വരുന്ന ഫാമിൽ നിന്ന് നമുക്ക് മുകളിലേക്ക് ഒരു 100 പശു 150 പശു അതിന് മുകളിലേക്കുള്ളതാണെങ്കിൽ നമ്മൾ മിൽക്കിംഗ് മെഷീനുകൾ സപ്ലൈ ചെയ്യുന്നത്. എല്ലാത്തരം കറവ മെഷീനുകളുണ്ട്. അതെ, നമ്മുടെ ഒരു മിൽക്കിംഗ് മെഷീനാണ്. അപ്പോൾ ചെറിയ ഫാമുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മിൽക്കിംഗ് മെഷീൻ. 1 മുതൽ 10 പശു വരെ വരുന്ന ഫാമുകളിൽ ഉപയോഗിക്കുന്ന മെഷീനാണ്. 19,500 രൂപയാണ് ഈ ഒരു മെഷീന്റെ പ്രൈസ് വരുന്നത്. 20 ലിറ്ററിന്റെ ബക്കറ്റാണ്. അതുപോലെ തന്നെ പൾസേറ്റർ ഉള്ള മോഡൽ തന്നെയാണ് ഇത് വരുന്നത്. നമുക്ക് കംപ്ലീറ്റ് പാലം കറന്നെടുക്കാനായിട്ട് പറ്റും. 3 വർഷം വാറണ്ടി ഉണ്ട് നമുക്ക് ഈ ഒരു മെഷീന്. എൻ്റെ മോട്ടറിനാണ് വാറണ്ടി വരുന്നത്. നമ്മൾ 3 വർഷം കൊടുക്കുന്നത്. 1 വർഷത്തിനുള്ളിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ മോട്ടർ മാറി കൊടുക്കുകയാണ് ചെയ്യുന്നത്, കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള തകരാറാണെങ്കിൽ. പിന്നെ നമുക്ക് അതിൻ്റെ തൊട്ട് വലിയ മെഷീനാണ്. 23,500 രൂപയാണ് ഈ ഒരു മെഷീൻ്റെ പ്രൈസ് വരുന്നത്. ഇതിന് 3/4 HP തന്നെയാണ് മോട്ടർ വരുന്നത്. 220 LPM ആണ് വാക്വം പമ്പ് വരുന്നത്. ഇതിൽ നമുക്ക് പെട്രോൾ എഞ്ചിൻ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. നമുക്കൊരു 34,660 രൂപയാണ് പെട്രോൾ എഞ്ചിൻ ഉൾപ്പെടെ ഇതിന്റെ പ്രൈസ് വരുന്നത്. അതിന് 20 ലിറ്റർ തന്നെയാണ് ബക്കറ്റ് വരുന്നത്. പിന്നെ നമുക്ക് അതിന്റെ വലിയ മെഷീൻ, ഇത് ഫിക്സഡ് ടൈപ്പ് മിൽക്കിംഗ് മെഷീനാണ്. നമുക്ക് 60-70 വർഷങ്ങളൊക്കെ വരുന്ന ഫാമിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മിൽക്കിംഗ് മെഷീനാണിത്. ഇതിന്റെ മോട്ടർ ക്രോംപ്ടന്റെ മോട്ടറാണ്, 1 HP മോട്ടറാണ് വരുന്നത്. അതുപോലെ തന്നെ 500 LPM വാക്വം പമ്പുമാണ് ഇതിന് വരുന്നത്. ഈ മെഷീനിൽ തന്നെ നമുക്ക് പെട്രോൾ എഞ്ചിനും പ്രഷർ വാഷറും കൂടെ കൂടിയിട്ട് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് വില വരുന്നത് 56,810 രൂപയാണ്. അതുപോലെ തന്നെ നമുക്ക് മിഷൻ മാത്രം 37,650 രൂപയ്ക്ക് നമുക്ക് തരാനായിട്ട് പറ്റുന്നതാണ്. പിന്നെ അതിന്റെ വലിയ മിഷനാണിത്. ഇത് നമുക്കൊരു 54,900 രൂപയാണ് ഈ ഒരു മിഷന്റെ പ്രൈസ് വരുന്നത്. അത് 1.5 HP-യുടെ മോട്ടറാണ് വരുന്നത്. അതുപോലെ തന്നെ 500 LPM വാക്വം പമ്പുമാണ് ഈ ഒരു മിഷനിൽ വരുന്നത്. ടൈപ്പ് മിൽക്കിംഗ് മെഷീനാണ്. നമുക്ക് മെഷീനുകളൊക്കെ എടുത്തുകൊണ്ട് വെക്കുന്ന ബുദ്ധിമുട്ടുള്ളതൊക്കെ നമുക്ക് തള്ളിക്കൊണ്ട് പോകാം. ബക്കറ്റ് ആയാലും മോട്ടർ ആയാലും എല്ലാം അതിൽ തന്നെ ഇരുന്നോളും. നമ്മൾ ബാക്ക് വശം ഒന്ന് ഉയർത്തി നമുക്ക് ഇത് ഈസി ആയിട്ട് തള്ളി നമുക്ക് കഴുത്തിന്റെ ഉള്ളിൽ വെച്ചിട്ട് പശുക്കളെ കറക്കാനായിട്ട് പറ്റുന്ന ഒരു മിൽക്കിംഗ് മെഷീനാണ്. ഇതിന്റെ വില എത്ര വരുന്നത്? ഇതിന് 27,650 രൂപയാണ് ഈ ഒരു മെഷീന്റെ പ്രൈസ് വരുന്നത്. എത്ര പശുക്കളെ വരക്കണം? ഇത് നമുക്കൊരു 15 പശുവിനെ വരെ കറക്കാൻ പറ്റുന്ന മെഷീനാണ്. ഇത് നമ്മുടെ ഒരു ഷാഫ് കട്ടറാണ്. നമുക്ക് പുല്ല്, ചോളം ഒക്കെ ഉള്ളത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു ഷാഫായിട്ട് തണ്ട് പോലൊക്കെ വരുന്ന എല്ലാം നമുക്ക് ഈ ഒരു ഷാഫ് കട്ടറിൽ കട്ട് ചെയ്യാനായിട്ട് പറ്റും. 3 HP-യുടെ ആണ് മോട്ടർ വരുന്നത്. സിംഗിൾ ഫേസ് ആണ്. ഈ ഒരു ഷാഫ് കട്ടറിന്റെ പ്രൈസ് വരുന്നത് നമുക്ക് 25,600 ആണ് പ്രൈസ് വരുന്നത്. നമുക്കൊരു മണിക്കൂറിൽ 1000 കിലോയാണ് ഇതിൽ കട്ട് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് എല്ലാ ഫാമുകാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെഷീനാണ്. ഏറ്റവും ചെറിയ മെഷീൻ, ഏറ്റവും ചെറിയ മെഷീനാണ്. നമുക്കിത് തള്ളിക്കൊണ്ട് നടക്കുന്ന വീലുണ്ട്. നമുക്ക് ഈസി ആയിട്ട് എവിടെ വേണമെങ്കിലും കൊണ്ടുവെക്കാം അല്ലേ? സ്പേസിന്റെ ഒക്കെ പ്രശ്നമുള്ളവർക്കൊക്കെ ആണെങ്കിലും എവിടെ വേണമെങ്കിലും വെക്കാം. അതിനുള്ള സ്പേസ് ചെറിയ വലിപ്പമാണ് വരുന്നത്. ഇത് നമുക്ക് പൈനാപ്പിൾ ലീഫ്, പുല്ല്, ചോളം, പൈനാപ്പിൾ ലീഫ് എല്ലാം കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഷാഫ് കട്ടറാണ് ഇത്. 2 ബ്ലേഡും 3 റോളറുമാണ് ഈ ഒരു മെഷീൻ വരുന്നത്. 3 HP മോട്ടറാണ്. ഹെവി ഡ്യൂട്ടി മെഷീനാണ് ഇത് വരുന്നത്. ഇതിന്റെ പ്രൈസ് വരുന്നത് 26,900 ആണ്. GST ഉൾപ്പെടെയുള്ള പ്രൈസാണ് എല്ലാത്തിനും വരുന്നത്, എല്ലാം പറയുന്നതാണ്. പിന്നെ അതിന്റെ തൊട്ട് വലിയ മെഷീനുണ്ട്. അതിന്റെ ബ്ലോവർ ടൈപ്പ് മെഷീനാണ്. നമുക്ക് 2 രീതിയിൽ നമുക്ക് ബ്ലോവറായിട്ട് ഉപയോഗിക്കാം. മുകളിൽ കൂടെയും അതുപോലെ തന്നെ താഴ്ഭാഗത്തൂടെ നമുക്ക് രീതിയിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന, ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു മെഷീനാണ്. ഹെവി ഡ്യൂട്ടി മെഷീനാണ്. ഇതിന്റെ ബ്ലേഡ് വരുന്നത് നമുക്ക് 10 mm ബ്ലേഡാണ് ഈ ഒരു മെഷീന് വരുന്നത്. ഇതിന്റെ പ്രൈസ് വരുന്നത് 47,400 രൂപയാണ്. നമുക്ക് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ഫാമുകളിലേക്കും വേണ്ടിയുള്ള മെഷീനറികൾ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പം പാലിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുള്ള ക്രീം സെപ്പറേറ്റുകൾ, ഗീ മേക്കിംഗ് മെഷീന്, അങ്ങനെയുള്ള പല മെഷീനറികളും നമ്മളിവിടെ സപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ചാണകത്തിൽ നിന്നാലും ഡിവാറ്റർ മെഷീന്, ലോഗ് മേക്കിംഗ് മെഷീന്, അതുപോലെ തന്നെ പെല്ലറ്റ്, പശുക്കൾക്ക് പെല്ലറ്റ് ഉണ്ടാക്കി കൊടുക്കാനുള്ള മെഷീൻ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇപ്പം ഏത് തരത്തിലുള്ളതാണെങ്കിലും, ഇപ്പോൾ സൈസ് അനുസരിച്ച് ഏത് തരത്തിലുള്ളതാണെങ്കിലും നമുക്ക് അവൈലബിൾ ആണ്.
പിന്നെ നമുക്ക് എല്ലാ മെഷീനറികളുടെയും സർവീസ് നമുക്ക് സൈറ്റിൽ പോയി സർവീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മൾ സർവീസ് കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ സെയിലും ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഫാമിംഗ് സംബന്ധമായിട്ടുള്ള എല്ലാ സംഭവവും ഇവിടെ മേടിക്കാൻ കിട്ടും. അതെ, ഫാമുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മെഷീനറികളും നമ്മൾ സപ്ലൈ ചെയ്യും. നമ്മളൊരു 15 വർഷമായിട്ട് നമ്മൾ ഈ ഒരു ഫീൽഡിൽ നമ്മളിങ്ങനെയുള്ള ഫാമിംഗ് മെഷീനറികൾ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് മാനുവലായിട്ട് പാല് പാക്ക് ചെയ്യാനുള്ള ഒരു മെഷീനാണ്. നമുക്ക് പാക്കറ്റുകളിൽ നമുക്ക് ഇതുപോലെ പാക്ക് ചെയ്ത് നമുക്ക് സെയിൽ ചെയ്യാൻ, അത് വീടുകളിൽ കൊടുക്കാനായിട്ടൊക്കെ പറ്റുന്ന ഒരു മെഷീനാണ്. മാനുവലാണ്. നമ്മൾ പാൽ അളന്നതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് സീൽ ചെയ്ത് കട്ട് ചെയ്ത് കിട്ടുകയാണ്. 2 മോഡലുണ്ട്. ഇതിൻ്റെ സെമി ഓട്ടോമാറ്റിക്കും അവൈലബിൾ ആണ്. ഫില്ലിങ് ഓട്ടോമാറ്റിക്കാണ്. പാക്കിങ് വരുന്നത് നമ്മൾ മാനുവലി ഒരു പെഡലുണ്ട് ഇതിൽ. ആ പെഡലിൽ ചവിട്ടി സീൽ ചെയ്ത് കട്ട് ചെയ്ത് കിട്ടുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ വില വരുന്നത് 23,318 രൂപയാണ് ഈ ഒരു മെഷീൻ്റെ പ്രൈസ് വരുന്നത്. അതുപോലെ തന്നെ സെമി ഓട്ടോമാറ്റിക്കിൻ്റെ പ്രൈസ് വരുന്നത് 34,985 രൂപ. ഓട്ടോമാറ്റിക് ഉണ്ട് അല്ലേ? സെമി ഓട്ടോമാറ്റിക് ഉണ്ട്. അതുപോലെ തന്നെ ഇത് പശുക്കൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വാട്ടർ ബൗളാണ് ഈ വരുന്നത്. 2.5 ലിറ്റർ ആണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1,100 രൂപയാണ് GST ഉൾപ്പെടെ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഫീഡിംഗ് ബോട്ടിൽ, പശുക്കുട്ടികൾക്ക് പാല് കൊടുക്കാനുള്ള ഫീഡിംഗ് ബോട്ടിലും അവൈലബിൾ ആണ്. 420 രൂപയാണ് ഈ ഒരു ഫീഡിംഗ് ബോട്ടിലിൻ്റെ പ്രൈസ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് സ്പെയർ പാർട്സുകളെല്ലാം അവൈലബിൾ ആണ്. ഇപ്പം ക്ലീനിങ്ങിനുള്ള ബ്രഷ് ആയാലും എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ലൈനർ കഴുകാൻ വേണ്ടിയിട്ടുള്ള ബ്രഷാണ്. അതുപോലെ തന്നെ ഹോസ് കഴുകാൻ അങ്ങനെയുള്ള ബ്രഷുകൾ, അതുപോലെ സ്പെയർ പാർട്സുകൾ, പൾസേറ്റർ, അങ്ങനെയുള്ള പൾസേറ്ററിൻ്റെ സ്പെയറുകൾ എല്ലാം നമുക്ക് അവൈലബിൾ. എല്ലാ ഐറ്റവും ഇല്ലേ? എല്ലാ ഐറ്റവും.